ജയിച്ചവർ പാർലമെന്റിൽ എന്ത് ചെയ്യുന്നു എന്നതൊന്നും കേരളത്തിലെ പാർട്ടികൾക്ക് പ്രസക്തമല്ല. ജയസാധ്യത മാത്രമാണ് കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡമെന്ന് മുരളി തുമ്മാരുകുടി. എന്നാൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള MP-മാരുടെ പ്രകടനം കാണുമ്പോൾ അസൂയ വരുന്നു എന്നാണ് തുമ്മാരുകുടി പറയുന്നത്. ഒന്നാം വട്ടം ജയിച്ചു വരുന്ന MP-മാരുടെ ഒന്നാമത്തെ പ്രസംഗങ്ങൾ പോലും കത്തിക്കയറുന്നതാണ്. സാധാരണ സ്പീക്കർ എന്തെങ്കിലും പറഞ്ഞാൽ ഒഴുക്ക് തടസ്സപ്പെടും. ഇവരാകട്ടെ ഇരട്ടി വീരോടെ പറയും എന്ന് മാത്രമല്ല, സ്പീക്കറെ തന്നെ ചുമതലകൾ ഓർമ്മിപ്പിക്കും. സരസവും ശക്തവുമായ ഭാഷ, വേണ്ടത്ര ഗൃഹപാഠം ചെയ്തിട്ടുള്ള കൃത്യമായ കണക്കുകളോടുള്ള പ്രസംഗങ്ങൾ, ആരെയും കൂസാത്ത ഭാവം, കൃത്യമായ രാഷ്ട്രീയം. ഇതിനിടയിലും ബംഗാളിൻ്റെ താല്പര്യങ്ങൾ, അത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെങ്കിലും പശുപരിപാലനത്തിൻ്റെ കാര്യമാണെങ്കിലും ഉയർത്തിപ്പിടിക്കുന്ന രീതി എന്നാണ് തുമ്മാരുകുടിയുടെ വിശകലനം. മുരളി തുമ്മാരുകുടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പാർലമെന്റിലെ യുവ തുർക്കികൾ. 2019 പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് ഞാൻ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരുന്ന കാര്യമുണ്ട്. കേന്ദ്രത്തിലെ ഭരണത്തിന്റെ കണക്ക് കൂട്ടലിൽ കേരളത്തിലെ 20 അംഗങ്ങൾ ഒരു കാലത്തും വലിയ പ്രാധാന്യമുള്ളതാവില്ല. അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ അവരുടെ കരുത്ത് കാണിക്കേണ്ടത് അവരുടെ സഭയിലെ ഇടപെടലുകളുടെ, പ്രസംഗങ്ങളിലൂടെ, സ്വകാര്യ ബില്ലുകളുടെയൊക്കെ ക്വാളിറ്റിയുടെ പേരിലായിരിക്കണം. നല്ല ആത്മവിശ്വാസമുള്ള, ഇംഗ്ലീഷോ ഹിന്ദിയോ പറ്റിയാൽ രണ്ടും വളരെ നന്നായി കൈകാര്യം ചെയ്യുന്ന, ഇതിൽ രണ്ടിലും സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോഴും കാര്യമത്ര പ്രസക്തമായി സംസാരിക്കാൻ അറിയാവുന്ന ആളുകളെ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ പറ്റിയാൽ സ്ത്രീകളും പുരുഷന്മാരും തുല്യമായി വേണം പാർലമെന്റിലേക്ക് അയക്കാൻ. എണ്ണത്തിൽ ഒന്നുമല്ലെങ്കിലും കേരള MP-മാരെ നോക്കൂ എന്ന് മറ്റുള്ളവർ പറയണം. ആ ആഗ്രഹമൊന്നും നടന്നില്ല. വിന്നിബിലിറ്റിയാണ് കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പ്രധാന മാനദണ്ഡം. ജയിച്ചവർ പാർലമെന്റിൽ എന്ത് ചെയ്യുന്നു എന്നതൊന്നും പാർട്ടിക്ക് പ്രസക്തമല്ല. തെരഞ്ഞെടുക്കുന്നവർക്കും അതുകൊണ്ട് തന്നെ 2024 തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ആഗ്രഹിക്കാൻ പോലും പോയില്ല. പക്ഷേ ഇപ്പോൾ പാർലമെന്റിലെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള MP-മാരുടെ പ്രകടനം കാണുമ്പോൾ അസൂയ വരുന്നു. ഒന്നാം തവണ ജയിച്ചു വരുന്ന MP-മാരുടെ ഒന്നാമത്തെ പ്രസംഗങ്ങൾ പോലും കത്തിക്കയറുന്നതാണ്. സാധാരണ സ്പീക്കർ എന്തെങ്കിലും പറഞ്ഞാൽ ഒഴുക്ക് തടസ്സപ്പെടും. ഇവരാകട്ടെ ഇരട്ടി വീറോടെ പറയുന്നു എന്ന് മാത്രമല്ല, സ്പീക്കറെ തന്നെ ചുമതലകൾ ഓർമ്മിപ്പിക്കുന്നു. സരസവും ശക്തവുമായ ഭാഷ, വേണ്ടത്ര ഗൃഹപാഠം ചെയ്തിട്ടുള്ള കൃത്യമായ കണക്കുകളോടെയുള്ള പ്രസംഗങ്ങൾ, ആരെയും കൂസാത്ത ഭാവം, കൃത്യമായ രാഷ്ട്രീയം. ഇതിനിടയിലും ബംഗാളിൻ്റെ താല്പര്യങ്ങൾ, അത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെങ്കിലും പശുപരിപാലനത്തിൻ്റെ കാര്യമാണെങ്കിലും ഉയർത്തിപ്പിടിക്കുന്ന രീതി. ഇതൊക്കെ കാണുമ്പോഴാണ് അസൂയ വരുന്നത് എന്ന് മുരളി തുമ്മാരുകുടി പറഞ്ഞു.